ഈ കോൺഗ്രസ് പാർട്ടിയാണ് 1970s-ലും 80s-ലും ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് എത്രയോ കൊല്ലം ഭരിച്ചത്. ഗരീബി എവിടെയും പോയില്ല. കോൺഗ്രസിന്റെ അടുപ്പുള്ള ബിസിനസ്മാനിന്റെ കാശും അവരുടെ വെൽത്ത് വർദ്ധിച്ചു. അപ്പോ ഇതൊരു പഴയ രീതിയാണ് കോൺഗ്രസിന്റെ. പാവങ്ങളെ പറ്റിക്കുക, പൊട്ടന്മാരാക്കുക, എന്തെങ്കിലും പറയാം ഇലക്ഷന്റെ സമയത്ത്. പക്ഷേ കർണാടകയിൽ നടന്നു, തെലങ്കാനയിൽ നടന്നു, ഹിമാചൽ പ്രദേശിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ഇലക്ഷൻ അത് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നുണയാണ്. ഇത് ഇവർക്ക് ഒരു ആത്മാർത്ഥമായ സത്യസന്ധയോടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. താല്പര്യമില്ല അത് മാത്രമല്ല, ഇത് കഴിയില്ല. അതൊരു വശം. രണ്ടാമത്തെ പോയിന്റ് ഇതിനെക്കുറിച്ച് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ ഇലക്ഷൻ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഇലക്ഷനെ കുറിച്ചാണ്. ഇത് മഹാരാഷ്ട്രയല്ല, ഇത് മറ്റ് ഒരു ഇക്കണോമിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് അല്ല. ഇന്ന് ഈ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ കേരളത്തിൽ 100 രൂപ ഗവൺമെന്റിന് കിട്ടുന്ന 100 രൂപയിൽ 92.5 രൂപ പോകുന്നത് കടം, പലിശ, ക്ഷേമ പദ്ധതികൾ പോകുന്നു. ഡെവലപ്മെന്റ് ഉള്ള കാശ് 7.5%. അതുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നത് എത്രയോ മാസം കഴിഞ്ഞിട്ട്. പെൻഷൻ കിട്ടുന്നില്ല. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സൗജന്യ KSRTC സ്കീം. അപ്പൊ KSRTC എന്താ സ്ഥിതിയായിരിക്കും? അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നില്ല. KSRTCനെ എങ്ങനെ സംരക്ഷിക്കും, KSRTCനെ എങ്ങനെ ശക്തമാക്കും, അതൊരു വാക്കില്ല. കാരണം അതിന് അധ്വാനിക്കണം, അതിന് കാര്യങ്ങൾ ചെയ്യണം. ഇത് പറയാനൊന്നുമില്ലല്ലോ. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, സൗജന്യ യാത്ര. അപ്പോൾ ഈ ഇലക്ഷൻ നിർണായകമായ ഇലക്ഷനാണ്. നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഓരോരോ ഗിമ്മിക്ക് വന്ന് ഇവിടെ പറയുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം, വികസിത കേരളം. സംസ്ഥാന സർക്കാരിന് റിസോഴ്സസ് ഉണ്ടാക്കാനും റിസോഴ്സസ് നിക്ഷേപം വഴിയും ഇക്കണോമിക് ആക്ടിവിറ്റി വഴി സംസ്ഥാന സർക്കാരിന് കഴിവില്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം, ഇങ്ങനത്തെ ഒരു സ്കീമും നടക്കില്ല. അതുകൊണ്ടാണ് BJP NDA മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് എക്സ്പാൻഡും ചെയ്യും. അത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ റിസോഴ്സസ്, സംസ്ഥാന സർക്കാരിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയും സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വർദ്ധിക്കാൻ ഞങ്ങളുടെ അടുത്ത് കാഴ്ചപ്പാടുണ്ട്, സ്കീമുണ്ട്, പ്ലാനുണ്ട്. ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ വരുമ്പോൾ കേട്ടതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറാനിന് വേണ്ടിയോ യുദ്ധത്തിന്റെ എതിരെയോ എന്തോ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട് എന്ന്. അത് വെൽക്കമാണ്. നമ്മൾ ആർക്കും, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇത് യുദ്ധത്തിന്റെ കാലമല്ല, വികസനത്തിന്റെ കാലമാണ്. യുദ്ധം ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെയും BJP NDAന്റെ ഒരു എസ്റ്റാബ്ലിഷ് പൊസിഷനാണ്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇറാൻ എന്തുകൊണ്ട് പറയുന്നു? നിങ്ങളുടെ പ്രീണ രാഷ്ട്രമാണോ? എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ താമസിക്കുന്ന GCC രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല? ഇറാന്റെ ഈ അറ്റാക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ചെയ്യണം. കാരണം മലയാളികൾ താമസിക്കുന്നത് ബഹ്റൈനിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും UAEയിലും ആണ്. അപ്പോ യുദ്ധം വേണ്ട എന്ന് പറയുമ്പോൾ ഇറാനോടും പറയണം. ഞാനിപ്പോ ഇറാന്റെ എതിരെയാണെന്നും ഞങ്ങളുടെ പൊസിഷൻ അതല്ല. ഞങ്ങളുടെ സർക്കാരാണ് ഇറാന്റെ ആ ഷിപ്പിന് സംരക്ഷിക്കാൻ കൊച്ചിയിൽ അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പീഡന രാഷ്ട്രം നിങ്ങളെ അന്ധന്മാരാക്കരുത്. ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, 30 ദിവസം കൊണ്ട് ഇലക്ഷന് ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടി 10 കൊല്ലം ഭരിച്ച
നാടാണ് കേരളം. ഇറാന്റെ ജനങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തത്, മലയാളികളാണ് കൊടുത്തത് മാൻഡേറ്റ്. ഇവിടുത്തെ മലയാളികളാണ് മാൻഡേറ്റ് കൊടുത്തത്, വിശ്വസിച്ചു, അവസരം കൊടുത്തു. അപ്പോൾ ഇനി ഇപ്പോൾ ഇലക്ഷൻ്റെ 10 ദിവസം 20 ദിവസം 30 ദിവസം മുമ്പ് നിങ്ങൾ ഈ 10 കൊല്ലത്തിൽ എന്ത് ചെയ്തു നാടിന് വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അതൊന്ന് പറയാൻ തുടങ്ങും. ഇത് വെറുതെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇറാന്, ഗാസ, സിറിയ, ലണ്ടൻ, ടോക്കിയോ, ചൈന, ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറെ ബഹുമാനത്തോട് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 10 കൊല്ലം 22 ലക്ഷം കോടി ചെലവാക്കി ഈ സർക്കാർ, നിങ്ങൾ നയിച്ച ഒരു സർക്കാരാണ്. എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥന ചെയ്യുന്നു, നിങ്ങൾ വന്ന് ചർച്ച ചെയ്യൂ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. മൂന്നാമത്തത് ഞാനൊരു ചെറിയൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു, അത് ഫേക്കാണോ റിയൽ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി മിന്നാന്ന് പറഞ്ഞു കോൺഗ്രസ് അല്ല CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാനം ഉണ്ടെന്ന്. രാഹുൽ ഗാന്ധിൻ്റെ ഒരു പ്രചരണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണെങ്കിലും ഇപ്പോൾ സാധാരണ മലയാളികൾ ചോദിച്ചാൽ അറിയാം, ഈ നാട്ടിൽ അണ്ടർസ്റ്റാൻഡിങ് ആര് തമ്മിലാണ്? CPM കോൺഗ്രസ് തമ്മിലാണ്. CPM കോൺഗ്രസ് തമ്മിൽ ആദ്യവും ഈ അണ്ടർസ്റ്റാൻഡിങ് അന്തർധാരണ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഇന്നൊരു പോസ്റ്റ് കണ്ടു. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ സന്ദീപ് പറഞ്ഞു അത് ഫേക്ക് ആയിരിക്കും, പക്ഷേ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് K മുരളീധരൻ്റെ ഒരു പേരിലൊരു പോസ്റ്റ് ഞാൻ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് BJP-നെ തോൽപ്പിക്കും എന്നൊരു ആശയം, ഒരു ഫീലിംഗ്. ഞാനത് അങ്ങനെ ആണെങ്കിൽ, അത് സത്യമാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, അത് ഫോൾസ് ആണോ ഫേക്ക് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആലോചനയും ചിന്തയും CPM കോൺഗ്രസിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഈ ഇലക്ഷനിൽ എന്ത് കസറത്ത് CPM-ഉം കോൺഗ്രസ് ചെയ്താലും, എന്ത് പൊളിറ്റിക്കൽ തന്ത്രം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ജനങ്ങൾ തീരുമാനിക്കും അവരുടെ ഭാവി ഈ രണ്ട് പാർട്ടിന്റെ കയ്യിൽ കൊടുക്കണോ, ഒരു പുതിയ മാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. അത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ആലോചിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു വെല്ലുവിളി കൊടുക്കുകയാണ് നിങ്ങൾ. ഈ വിലക്കയറ്റം, ഈ തൊഴിലില്ലായ്മ, ഈ അഴിമതി, ഈ ശബരിമല കൊള്ള തുടരും എന്ന് പറയുന്ന LDF-ഉം UDF-ന് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ അവരെ പുറത്താക്കും. ഒരു രാഷ്ട്രീയ മാറ്റം വേണം, രാഷ്ട്രീയത്തിലൊരു മാറ്റം വേണം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വേണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ ആഗ്രഹം. ഇത് മാത്രമാണ് 3 പോയിന്റ് പറയാനുള്ളത്.